നമസ്കാരം, ഞാൻ റീന മാർട്ടിൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. പലർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. പെയിൻറ്റിങ്സിനായിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ കഴിവുകളൊക്കെ ഒരു ഹോബികളാക്കി മാറ്റാം. അപ്പം നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഈ ഹോബികളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്താലോ? അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലവറാണ്. ഇതിന് ഞാനെടുത്തതാണ് ക്രേപ്പ് പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഈ പേപ്പറിന്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് ഫിൻസ് പേപ്പർ അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് പേപ്പർ എന്നൊക്കെ പറയും. ഇത് ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വരുന്നൊരു പേപ്പറാണത്. ഇപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പുകളിലും നമുക്കിത് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇതിന് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾക്ക് ഒരു 3 ഇഞ്ച് ലെങ്ത്തിലേക്ക് നമുക്കത് ഇങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് ഉണ്ടത്. അപ്പോൾ അതിലേക്ക് ഞാനത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് ഒരു 3/4 ഇഞ്ചാണ്. അപ്പോൾ ഏകദേശം 3/4 ഇഞ്ച് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ആ വിഡ്ത്തിൽ തന്നെ നമുക്ക് എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ഞാനൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ എടുത്ത് അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കും. വരണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ അതിനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ആ 2 പീസും കൂടെ ഒരുമിച്ച് വയ്ക്കും. അതിനിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കും. അല്ലാണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ കീറിപ്പോട്ടാം. പതുക്കെ ഒന്ന് വലിച്ചിട്ട് അതിനെ നമ്മൾ പെറ്റലാക്കി എടുക്കും. വളരെ ഈസിയാണ്. അത് അങ്ങനെ പെറ്റലാക്കി എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഒത്തിരി പെറ്റൽസ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഇയർബഡ്സ് എടുക്കുന്നുണ്ട്. ഫ്ലവർ മേക്കിംഗ് വയർ, ഫ്ലവർ ടേപ്പ്, ഇതൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത്. ഇയർബഡ്സ് എടുത്തിട്ട് ഞാനതിനെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്ലവർ മേക്കിംഗ് വയറെടുത്ത്, മീഡിയം സൈസ് വയറാണ്, അതെടുത്ത് നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്തിലേക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനത് ആ ബഡ്സിൽ അതിലേക്ക് നമ്മൾ കമ്പി ഇങ്ങനെ പതുക്കെ ചുറ്റി കൊടുക്കുക. ചുറ്റി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് ലേക്ക് ഉണ്ട്. അവിടെ കുറച്ച് ബേഡ്സ് വന്നിരിപ്പുണ്ടേ. ഞാനത് കാണിച്ചു തരാവേ. ആ ലേക്കിലേക്ക് ഇവർ ഇന്നിപ്പോൾ കുറച്ചേ വന്നിട്ടുള്ളൂ. ഇവരിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പറന്നു വന്നങ്ങോട്ട് ലേക്കിലോട്ട് വന്നിരിക്കുകയാണ് ചെയ്തത്. ഞാൻ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും അതാ മറ്റേ സൈഡിലോട്ട് അങ്ങോട്ട് പോയി. ചില സമയത്ത് ഇപ്പോൾ ഈ വിൻ്റർ സീസണിൽ ശരിക്കും ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്നൊക്കെ ഈ സ്നോ ബേഡ്സ് വരും. ഒത്തിരി വലുതാണ്. നമുക്ക് ഈ ലേക്ക് നിറച്ച് അവരിങ്ങനെ പറന്നു വന്നിരിക്കും. ഭയങ്കര രസം കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വർഷം അവരിതുവരെ വന്നിട്ടില്ല. വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമേ. ഇനി നമുക്ക് ഫ്ലവർ ഇത് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഓരോ പെറ്റലെടുത്തിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ത്രെഡ് വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറൊക്കെ ഇപ്പോൾ കെട്ടാൻ വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് അടുത്ത പെറ്റൽ വെച്ചു. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 പെറ്റലേ വയ്ക്കുന്നുള്ളൂ. ഒരു ബഡ്സ് അങ്ങനെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം 3 നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് നമുക്കതിനെ നോട്ടിട്ടെടുക്കാം. അത് ഫ്ലവറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതൊരു 6 പെറ്റൽ, ഒരു 3 പെറ്റലും കൂടെ അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി നമുക്കതിനെ ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കാം. അത്രേ ഉള്ളൂ. ഫ്ലവറിൻ്റെ പണി കഴിഞ്ഞു. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. ഒത്തിരി ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറേ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അതിനൊരു ബഞ്ചായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു 3 or 4 ഒക്കെ ഒരുമിച്ച് കയ്യിലോട്ട് എടുത്ത് പിടിച്ചിട്ട് നമുക്കതിനെ ബഞ്ചായിട്ട് സെറ്റ് ചെയ്യാം. ഒന്നിച്ച് വെച്ച് നമ്മൾ ഫ്ലവർ ടേപ്പ് വെച്ച് അങ്ങോട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഓരോ പീസിനും അങ്ങനെ വെച്ച് നമ്മൾ ചുറ്റി ഒരു ബഞ്ചാക്കി എടുക്കും. ഇതിപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് ലീവ്സിൻ്റെയൊക്കെ ഗ്രീൻ ലീവ്സിൻ്റെയൊക്കെ കൂടെ ആർട്ടിഫിഷ്യൽ ലീവ്സിൻ്റെ കൂടെ വെച്ചാൽ മതി.
നമുക്ക് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഡൈനിങ് ടേബിളിലോ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും. നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.